മൺചട്ടി എടുത്തു. അതിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടു. അതിലേക്ക് വേവിച്ച് വെച്ച പെരുംപയറും ഡബിൾ ബീൻസും കൂടെ ചേർത്ത് വേവിക്കാൻ വെച്ചു. ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ തൂകിയതിന് ശേഷം അടച്ച് വേവിക്കാം. പിന്നെ 1 കപ്പ് തേങ്ങയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകം ചെറിയുള്ളി അരിഞ്ഞത് 3 വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. കുക്കറിലെ വെള്ളം തിളച്ച് തുടങ്ങി. അതിലേക്ക് കൂടിയ ചമ്പാപ്പൊടി അരി ചേർത്തു. കഞ്ഞിക്ക് കുക്കറിന്ന് അടച്ച് വേവിക്കാം. പയറിൻ്റെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. അടച്ച് വേവിക്കാം. ഈ തോരനൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഒന്നുകൂടെ അടച്ച് വേവിക്കാം. 3 വറ്റൽമുളക് ഒന്ന് ചുട്ടെടുക്കാം. വറ്റൽമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരല്പം പുളി, 1 വെളുത്തുള്ളി, ജീരകം, തേങ്ങ, കുറച്ച് ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നല്ല എരിവും പുളിവും ഒക്കെ ഉള്ള ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി. നല്ല പൊടിയിരിക്കുഞ്ഞിയും റെഡിയായിട്ടുണ്ട്. ഇനി പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം. കടുക് വറുത്തൂടെ ഒഴിക്കാം. ഇനി ഞാനൊന്ന് സെർവ് ചെയ്യട്ടെ, എന്നിട്ടൊന്ന് കഴിച്ചു നോക്കാം. എന്തോ ഒരു കുറവുണ്ടല്ലോ. നമുക്ക് പരിഹരിക്കാം. അച്ചാർ അതുകൂടെ ചേർത്തപ്പോൾ ശരിയായി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.